നമ്മുടെ ചെറുപ്പശ്ശേരി നഗരസഭയിലെ സ്റ്റേഡിയത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ എപ്പോൾ മുതലായിരിക്കും ഇതിന്റെ പ്രവൃത്തി തുടങ്ങും? 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലാണ് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 2 കോടി രൂപ നീക്കിവെച്ചത്. ബഡ്ജറ്റ് അലോക്കേഷൻ വന്നു, അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു, ഭരണാനുമതി കിട്ടി, സാങ്കേതിക അനുമതി കിട്ടി, ടെൻഡർ നടപടിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിഭാവനം ചെയ്ത DPR അനുസരിച്ചുകൊണ്ടുള്ള പദ്ധതികളുടെ പ്രവർത്തനം ഇപ്പോൾ ഉടനെ ആരംഭിക്കും. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 1 കോടി രൂപ കൂടി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് പോകുന്നതിന് ഇനിയും നമുക്ക് ഫണ്ട് ആവശ്യം വേണ്ടി വരും. ഏകദേശം ഒരു 6 കോടി രൂപയാണ് അന്ന് വിഭാവനം ചെയ്തത്. അതിലിപ്പോൾ 2 കോടിയുടെ ഭരണാനുമതി കിട്ടി, ടെൻഡർ കഴിഞ്ഞു. 1 കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള ബഡ്ജറ്റുകളിൽ ബാക്കിയുള്ള പണം കൂടി വെച്ച് അതിമനോഹരമായ വിധത്തിലുള്ള ഒരു സ്റ്റേഡിയം ഈ ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് നിർമ്മിക്കാനാകും. നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊന്നും കാണാത്ത വിധത്തിലുള്ള പുതിയ സംവിധാനങ്ങളും സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള പ്രത്യേകമായ താല്പര്യം കൂടി പരിഗണിച്ചിട്ടാണ് കളിസ്ഥലങ്ങൾ വിപുലപ്പെടുത്താനും യുവാക്കളുടെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെയും കായിക ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായുള്ള സംവിധാനങ്ങൾ ഒരുക്കാനൊക്കെയാണ് ഈ സ്റ്റേഡിയം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിക്കും. ഇപ്രാവശ്യം അനുവദിച്ച 1 കോടി രൂപയുടെ പ്രവൃത്തി പുതിയ DPR തയ്യാറാക്കി അനുബന്ധമായിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്.